ഐഡിയ ഫാമേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാച്ചിൽ ബ്രൂഡർ ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ബ്രൂഡർ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഹെവി മോർട്ടാലിറ്റിയാണ് സംഭവിക്കുക. അപ്പോൾ നിലവിൽ ബ്രൂഡർ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1.6 ലിറ്റർ മൊത്തം മാറ്റിയിട്ട് പുതിയ ലിറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. എന്നിട്ട് അതിനുശേഷം അവിടെ നല്ല രീതിയിൽ തന്നെ ഡിസിൻഫെക്ഷൻ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസിൻഫെക്റ്റൻ്റായിട്ട് ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സ്റ്റെറിക്ലീൻ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ലിറ്റർ മാറ്റിയിട്ടൊന്നുമില്ല. ലിറ്റർ മാറ്റാതെ നിലവിൽ 6 ലിറ്റർ തന്നെ ഡെയിലി ഈ ഒരു സ്റ്റെറിക്ലീൻ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ കഴിക്കാൻ കൊടുക്കാനുള്ളൊരു മരുന്ന് 3 ദിവസം അതും കൊടുത്തു. എന്താ പറയുക, 3 ദിവസം കൊണ്ട് ഫുള്ളി കൺട്രോളായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ്. ഒരു കോഴിക്കുഞ്ഞ് പോലും മോർട്ടാലിറ്റി വരാതെ നമുക്കത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ എല്ലാ ഫാമിലും നിലവിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ബേഡ്സ് ഉള്ള സമയത്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കോഴി പിടിച്ചതിന് ശേഷം നമുക്ക് ഫാം